ഹായ് ഹലോ ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒന്നാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ ഡെയിലി ക്ലീനിങ്ങും മന്ത്ലി ക്ലീനിങ് അല്ലെങ്കിൽ ഡീപ്പ് ക്ലീനിങ്ങിലും ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അതിനായി ഞാനൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണണേ. ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ സ്റ്റൗ ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. ഡെയിലി നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം റഫായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒരുപാട് കാലം നമുക്ക് പുതുതായിട്ട് തന്നെ യൂസ് ചെയ്യാൻ കഴിയും. ഞാനിവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസുകൾ തന്നെ ഉപയോഗിച്ചാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ബർണർ ഉൾപ്പെടെ ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഡെയിലി ക്ലീനിങ് ചെയ്യുമ്പോൾ ബർണേഴ്സ് ഒന്നും നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതില്ല. നമുക്ക് ആദ്യം അതിനായിട്ട് സ്റ്റാൻഡും അതിലുള്ള ആ ഒരു റിങ്ങും ഒക്കെ നമുക്കൊന്ന് മാറ്റിയതിന് ശേഷം ഈ ബർണറൊക്കെ ഒരു സൊല്യൂഷനിൽ നമ്മൾ ഒരു ഓവർനൈറ്റ് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബർണറൊക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യേണ്ടതില്ല. നമ്മൾ മന്ത്ലി ക്ലീനിങ് അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ മാത്രം നമുക്ക് ഇതുപോലെ ബർണറൊക്കെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. അതിനായിട്ട് ഞാനിവിടെ ഒരു ബേസിനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ വാട്ടറാണ്. ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് വിനെഗറാണ്. ഒരു ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം വിനെഗർ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് ഒരു നാരങ്ങയാണ്. ഞാൻ അതിനായിട്ട് ഒരു നാരങ്ങ എടുക്കുന്നുണ്ട്. ഈ ഒരു നാരങ്ങ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു നാരങ്ങയുടെ നീര് മാത്രമല്ല, ഞാൻ ഇതുപോലെ പിഴിഞ്ഞതിന് ശേഷം ആ ഒരു തൊണ്ടും കൂടെ ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നാരങ്ങയും വിനെഗറും ഒക്കെ നല്ലൊരു സ്റ്റെയിൻ റിമൂവറാണെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. അതുകൂടെ ചേർത്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സൊല്യൂഷനിലേക്കാണ് ഞാൻ ബർണർ ഓവർനൈറ്റ് ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. ഏകദേശം ഒരു 10-12 മണിക്കൂർ നേരമെങ്കിലും ഈ ഒരു സൊല്യൂഷനിൽ ഈ ബർണർ നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് വെക്കണം. ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്തെടുക്കേണ്ടതില്ല. നമ്മൾ മന്ത്ലി ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് കൊണ്ട് നമ്മൾ പാല് അതുപോലെ തന്നെ ചായയൊക്കെ കാച്ചുമ്പോൾ തിളച്ച് തൂകിയിട്ട് നമ്മൾ ബർണറിലൊക്കെ വീഴുമല്ലോ, അത് അങ്ങനെ വീണതിന് ശേഷം നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യുമ്പോൾ ആ ഹോൾസ് എല്ലാം അടഞ്ഞിട്ട് നല്ലതുപോലെ ഫ്ലെയിം വരില്ല. ഇങ്ങനെ നമ്മൾ ബർണറൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് നല്ലതുപോലെ ഒഴിവാക്കാൻ കഴിയും. ഗ്യാസ് സ്റ്റോപ്പിലെ സ്റ്റാൻഡ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു സ്റ്റീൽ റിങ്സ് മിക്കപ്പോഴും കറ പിടിക്കുന്നൊരു ഭാഗമാണ്. ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് ഞാനൊരു പേസ്റ്റ് പോലൊരു മിക്സ് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം വിനെഗറാണ്. ആ വിനെഗർ കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സ്റ്റീൽ പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഗ്യാസിൻ്റെത് സ്റ്റാൻഡ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ നല്ലതുപോലെ തേച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പോർഷനിൽ മിക്കപ്പോഴും നമ്മൾ പാല് കാച്ചുമ്പോഴും ചായ തിളപ്പിക്കുമ്പോഴും ഒക്കെ തിളച്ച് തൂകിയിട്ട് അവിടെ പെട്ടെന്ന് കറ പിടിക്കാറുണ്ട്. ഈ ഒരു ഭാഗത്തെ കറ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കറകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗ്ലാസ് ടോപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ നാരങ്ങ നീരോ വിനെഗറോ യൂസ് ചെയ്യാറില്ല. കാരണം അതിൻ്റെ അസിഡിറ്റി തന്നെയാണ്. അതിനായിട്ട് ഞാൻ മറ്റൊരു മൈൽഡ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഞാൻ ഡെയിലി ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നത്. നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ നമ്മുടെ സ്റ്റൗ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഏകദേശം 1 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഡെറ്റോൾ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡിഷ് വാഷാണ്. നമ്മൾ ഏത് ഡിഷ് വാഷാണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നോൺ വെജൊക്കെ കുക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടും. ഞാൻ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എംപ്റ്റി ആയിട്ടുള്ള സ്പ്രേ ബോട്ടിലുകളിൽ ഫില്ല് ചെയ്തിട്ട് നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗ്ലാസ് ടോപ്പിലേക്ക്. ഗ്ലാസ് ടോപ്പ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല, നമ്മൾ നോൺ വെജൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടാനും ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ കൈ കഴുകിയെടുത്താൽ മതി. ഡെറ്റോൾ മിക്സ് ചെയ്തെടുത്ത ആ ഒരു സൊല്യൂഷൻ ഞാൻ ഗ്യാസിൻ്റെ ടോപ്പിൽ മൊത്തം നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വളരെ ചീപ്പായിട്ട് തന്നെ കിട്ടുന്ന മെറ്റൽ ബ്രഷാണ്. ഇത്തരം ബ്രഷുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എത്ര ഹാർഡായിട്ടുള്ള സ്റ്റെയിനും നല്ല ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും. ഈ മെറ്റൽ ബ്രഷ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതുപയോഗിച്ച് നമുക്ക് ഗ്ലാസ് സ്റ്റവ് മാത്രമല്ല, ഒരുപാട് കിച്ചൺ യൂട്ടൻസിലുകൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ മെറ്റൽ ബ്രഷിന് പകരമായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഉപയോഗിച്ചും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ സ്റ്റെയിനുള്ള പോർഷനിലെല്ലാം ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള സ്പോഞ്ചോ കിച്ചൺ ടവലോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെയിനും റിമൂവായി കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിയാൽ നമ്മുടെ സ്റ്റവ് നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉണങ്ങിയ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കിച്ചൺ ടവൽ ഉപയോഗിച്ചൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. ബർണർ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഓവർനൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വൈകിട്ടാണിത് ഈ ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് ഈ ബർണറും നമ്മൾ നേരത്തെ കാണിച്ച അതുപോലുള്ള മെറ്റൽ ബ്രഷോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ യൂസ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ആ ബർണർ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്, നമ്മൾ ബ്രഷൊന്നും ചെയ്യുന്നതിന് മുന്നേ തന്നെ. ഇതുപോലെ നമുക്ക് സ്ക്രബ്ബറോ മെറ്റൽ ബ്രഷോ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഒരുപാട് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വയണയില ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ശരീരവണ്ണം കുറയ്ക്കാം, അതുപോലെ മുടി നല്ലതുപോലെ തഴച്ച് വളർത്താനുള്ള ഷാമ്പു, കറി ലീഫ് ഒരുപാട് കാലം കേട് കൂടാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്, ചക്കപ്പഴം കേടുകൂടാതെ സൂക്ഷിക്കുന്ന വീഡിയോ, അങ്ങനെ ഒരുപാട് നല്ല കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു ഡ്രൈ ആയിട്ടുള്ള കിച്ചൺ ടവലിലൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ലപോലെ തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.